ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അർച്ചന. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഗുലാബ് ജാമാണ്. അതിന് നമ്മളിതുപോലെ ബ്രെഡ് എടുത്ത് 4 സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മളാണെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്തത് നമ്മളിതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മളൊരു 1/2 കപ്പ് നമ്മുടെ മിൽക്ക് പൗഡർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സോൾട്ടും ഷുഗറൊന്നും വേണ്ട. ബ്രെഡിൽ ഓൾറെഡി മധുരവും ഉപ്പുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും ആഡ് ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ തന്നെ ആക്കണം. എന്നിട്ട് നമ്മളാണെങ്കിൽ അതിന് ശേഷം ഒരു പാൻ എടുത്ത് ഒരു കപ്പ് ഷുഗർ, നമുക്ക് നമ്മുടെ പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അധികം കട്ടിയാവേണ്ട, ഒരു മീഡിയം കുറുകണം, ആ രീതിയിൽ നമ്മളെടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് 2 ഏലക്ക ആഡ് ചെയ്യാം. ഇപ്പം സാഫ്രോൺ, ഇപ്പം കുങ്കുമപ്പൂ വീട്ടിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ഒരു ഫ്ലേവറിന് വേണ്ടി അതും കൂടെ ആഡ് ചെയ്യാമേ. അങ്ങനെ അതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൗളിലോട്ട് ഈ നമ്മുടെ പഞ്ചസാര പാനി മാറ്റാം. എന്നിട്ട് നമ്മളാണെങ്കിൽ നേരത്തെ ഉരുളകളാക്കി വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതുപോലെ ഇതാണെങ്കിൽ ഒരു അയൺ പാത്രമാണ്, ചൂട് നല്ല കട്ടിയുള്ള, അതിനകത്തോട്ട് നമ്മൾ ഈ ഉണ്ടകൾ ഇട്ട് കൊടുക്കണം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞും, അതുകൊണ്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇത് പതിയെ ഇതിങ്ങനെ വറുത്തെടുത്താൽ മതി. ഇതിനൊരു ബ്രൗൺ കളറാകുമ്പം, ഇതിൻ്റെ സ്കിന്നിനൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പം ഇതിങ്ങനെ എടുക്കണം. ഏകദേശം ഈ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തുനിന്ന് കോരി നമ്മളിത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷുഗർ സിറപ്പിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു മോഡറേഷൻ എമൗണ്ടിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതും ഷുഗർ സിറപ്പും കാഷ്യൂ നട്ട്സിൻ്റെ ആ ക്രിസ്പിനെസ്സും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്നുണ്ടാക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 1/2 hourനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.